ഓക്കെ സാറേ. വെൽക്കം. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ സാറേ? കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഒരുപാട് നന്ദി. എന്നോട് ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് എൻ്റെ അനിയത്തി ശൈലജ ആനന്ദ് മേഡമാണ്. ആദ്യം വന്ന് പറയുന്ന സമയത്ത് ഞാനിത് കേൾക്കാൻ പോലും തയ്യാറായില്ല. കാരണം ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അനിയത്തിയെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, അതുകൊണ്ട് കേൾക്കാൻ തയ്യാറായില്ല. പക്ഷെ അവള് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാല് ഞാൻ കേൾക്കാൻ തയ്യാറായില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട ദിലീപ് സാറിനെയും കൊണ്ട് വീട്ടിലേക്ക് വരികയും പിന്നെ സാറിന്റെ പ്രസന്റേഷന് ശേഷം എൻ്റെ വീടിന് തൊട്ട് അടുത്തുള്ളൊരു കുഞ്ഞിന് നമ്മുടെ പൊക്കോഷി ഈ ഒരു ഭക്ഷണം കൊടുത്തു. കാരണം കുഞ്ഞിന് 3 മാസമേ ജീവിച്ചിരിക്കത്തുള്ളെന്നാണ് കോട്ടയത്തെ മൗസൂരൻ ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ഒറ്റ ഫുഡ് കൊടുത്തിട്ട് അവൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് കൂടാതെ അവൾക്ക് 3.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. ശരിക്കും ഡോക്ടർ എന്താണ് പറഞ്ഞത്, പക്ഷെ അടുത്ത തലമുറ വരെ ആരോഗ്യത്തോടിരിക്കുന്ന ഈ ഒരു ഒറ്റ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ ഇത് എനിക്കും എൻ്റെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഈ ഒരു പ്രോഡക്റ്റിൽ നല്ല വിശ്വാസമായി. അങ്ങനെ ഞാനും നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സും അയൽവക്കക്കാരും ഒക്കെ ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കൊക്കെ ആരോഗ്യപരമായിട്ട് നല്ല മാറ്റം കിട്ടി തുടങ്ങി. പിന്നെ ഞാനും എൻ്റെ തൊട്ടുമുറ്റത്തുള്ള ചേച്ചികൾ ഒന്നിച്ചാണ് ഇതിന്റെ കാർഡ് എടുത്തതും ആൾക്കാരെ വിളിച്ചു കൂട്ടിയതും എല്ലാം. അപ്പൊ ആദ്യം ഞങ്ങള് നമ്മുടെ 2-in-1 കോഫി, ഈ ഒരു കോഫി ഞാനും ചേച്ചിയും കൂടെ പപ്പാതി എടുക്കുന്നത്. നമുക്ക് 20 വർഷം മുന്നേ ആകുമ്പോൾ ഇങ്ങനത്തെ നിയമങ്ങൾ, കമ്പനിയുടെ നിയമങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഇത് പപ്പാതി എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആദ്യം പകുതി സാധനമേ കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചുപയോഗിച്ചത്. പിറ്റേ മാസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കാപ്പി ഫ്രീ ആയി. എനിക്ക് 257 രൂപയും ചേച്ചിക്ക് 255 രൂപയുമാണ് കമ്പനി ആദ്യം തരുന്ന ബോണസ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഒക്കെ ഗുണം കിട്ടിയതിന്റെ ഭാഗമായിട്ട് എല്ലാവരും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അവരും പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പത്തനംതിട്ട ഓമല്ലൂരിൽ നിന്ന് ഞാൻ ആരംഭിച്ച DXN ബിസിനസ് ഇന്ന് എന്നിലൂടെ 43ഓളം രാജ്യത്ത് എത്തിക്കഴിഞ്ഞു. ശരിക്കും ഞങ്ങൾക്ക് പത്തനംതിട്ട സാറ് പറഞ്ഞതുപോലെ ചെറിയൊരു ചായക്കടയാണ് പഴയ സ്റ്റാൻഡിനകത്ത്. പക്ഷെ അദ്ദേഹം എത്രയോ വർഷങ്ങൾ കൊണ്ട് പത്തനംതിട്ടയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബിസിനസ് വരുന്നില്ല. ഇവിടെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ അദ്ദേഹം ആ സ്ഥാപനം തുടങ്ങിയതിലും അതിനകത്തേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും അതിനകത്തേക്ക് വേണ്ട മറ്റ് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ വാങ്ങുന്നതിനൊക്കെ ആയിട്ട് പൈസ മുടക്കിയ സ്ഥാനത്ത് എനിക്ക് ഒരു പൈസ പോലും മുതൽ മുടക്ക് ഇല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത്രയും രാജ്യത്തുനിന്ന് ബിസിനസ് വന്നു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ബാക്കി ഭാഗം ഞാൻ എന്നെ അനുഭവം പറയുന്ന കൂട്ടി ബാക്കി പുറകോട്ട് പറയാം. ശരിക്കും ഞാൻ ആദ്യം കടന്നു വരുമ്പോൾ ഇതിനെക്കുറിച്ച് വിശ്വസിക്കാതെ ഒക്കെയാണ് വന്നത്. പക്ഷെ ഇതിന്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എല്ലാവർക്കും ആരോഗ്യം കിട്ടി, അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റം കിട്ടി. അതുകൂടാതെ നമ്മുടെ മലേഷ്യയിൽ അതിപ്പോ നമ്മുടെ കമ്പനിയുടെ മലേഷ്യയിലൊക്കെ 25ാം വാർഷികത്തിന് പോകാനുള്ള അവസരം കിട്ടി. പിന്നെ എനിക്ക് ആരോഗ്യം കിട്ടിയതാണ് എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കമ്പനിയെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ഇപ്പൊ നമ്മൾ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ 2 പ്രോബ്ലമാണ് ആരോഗ്യ പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും. എനിക്കും എൻ്റെ കൂട്ടത്തിൽ വന്ന ധാരാളം പേർക്കും ഇതിന് രണ്ടിനും പരിഹാരം എൻ്റെ DXN കമ്പനിയിലൂടെ എത്തിച്ചു കഴിഞ്ഞു. ശരിക്ക് മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. പക്ഷെ സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ രൂക്ഷമായിട്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നം. അപ്പൊ എൻ്റെ DXN കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു തരുകയാണ്. മനുഷ്യന് ആരോഗ്യവും തരും, സാമ്പത്തികവും തരും. ഇതാണ് കമ്പനി ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റു ജോലിയിൽ നിന്ന് വേറെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കിട്ടുന്നത് ആരോഗ്യവും സമ്പത്തും ഒരുപോലെ കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഈ കമ്പനിയെ കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കണം. കമ്പനി എന്താണ്, നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെ? നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട്
ഈ കമ്പനി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, കമ്പനി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലെ. ഇപ്പൊ ആട് മാഞ്ചി എന്നൊക്കെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുതിലെ കേട്ടിട്ടുള്ളത് പോലെ ഇപ്പൊ 50,000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്നിട്ട് രണ്ട് സൈഡിലും 50,000 രൂപ വെച്ച് ആൾക്കാരെ ചേർത്തുകൊണ്ട് അല്ലെ, ഒരു 1.5 ലക്ഷം രൂപ ഒരു വ്യക്തിയിലൂടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് ഞാനിവിടെ ഞങ്ങളുടെ ഒരു ബന്ധുക്കൾക്ക് പറ്റിയ അബദ്ധമാണ് പറയുന്നത്. 50,000 രൂപ അദ്ദേഹം മുടക്കി, രണ്ടുപേരെ കൊണ്ട് 50,000 മുടക്കിച്ച്, രണ്ടുപേരെ കൊണ്ട് മുടക്കിക്കല്ല, അദ്ദേഹം തന്നെ ഇതിൽ കൂടെ എന്തൊക്കെയോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ 1.5 ലക്ഷം രൂപ മുടക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് 16,000 രൂപ കിട്ടിയത്. അടുത്ത 2 ലെഗും കൃത്യമായിട്ട് അവർ പറയുന്ന ലെവലിൽ പോകാനുകൊണ്ട് അവരുടെ പൈസ ഇനി അക്കൗണ്ടിൽ വരത്തില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. 2 ലെഗും കൃത്യമായിട്ട് വന്നെങ്കിലേ ആ പൈസ കിട്ടത്തുള്ളെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനം, മണി ചെയിൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ വന്നിട്ട് പറയുന്നത് എന്താണ്, അവിടെ മറ്റ് നമുക്ക് അത്യാവശ്യമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് വരുന്നത് കൊണ്ട് നമ്മൾ ഈ നല്ല കമ്പനിയെ കുറിച്ച് പറയുമ്പോഴും സമൂഹം നമ്മളോട് ഇതിനെക്കുറിച്ച് എതിർത്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അപ്പൊ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൂടാതെ നമ്മുടെ പ്ലാന് അല്ലെ, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ, അത് ഇതിന്റെ സിസ്റ്റം, പിന്നെ നമുക്ക് ഇതിൽ കൂടെ വിജയിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടെ വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇന്ന് നിലവിലുള്ള കച്ചവട രീതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് നിലവിലുള്ള കച്ചവട രീതിയാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അപ്പൊ ഈ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഒരു കമ്പനിയില് ഒരു സാധനം ഉത്പാദിപ്പിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്ത കടകളിലേക്ക് ആ ഉൽപ്പന്നം എത്തണമെങ്കിൽ അല്ലെ, എന്തുവാ, ഒരുപാട് ഇടത്തട്ടുകാർ വരും. അതുകൂടാതെ പരസ്യക്കാരാണ് നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇടത്തട്ടുകാരും പരസ്യക്കാർക്കും, ഇപ്പൊ നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ആവറേജ് ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിംഗിലെ ആ ഒരു രീതി വെച്ചിട്ട് നമ്മൾക്ക് 4,000 രൂപ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. 6,000 രൂപ നമുക്ക് നഷ്ടപ്പെടുകയാണ് കൺസ്യൂമേഴ്സിന് അല്ലെ. ഇപ്പൊ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഇതൊരു വലിയൊരു പോരായ്മയാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗില് കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് തരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇടത്തട്ടിനും പരസ്യത്തിനും ഒക്കെ കൊടുക്കുന്ന പൈസ സത്യസന്ധമായിട്ട് പരസ്യം പറയുന്ന കൺസ്യൂമേഴ്സിന് തന്നെ വീതിച്ചു കൊടുക്കുന്ന സമ്പ്രദായമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ MLM അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഈ ഒരു ന്യൂനത പരിഹരിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും നമുക്ക് വീതിച്ച് കിട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇതിനെ മണി ചെയിൻകാർ തെറ്റായിട്ട് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന മുമ്പേ ഞാനിവിടെ പറഞ്ഞു. അതുകൂടാതെ ഈ നെറ്റ്വർക്കും മാർക്കറ്റിങ്ങിനെ കുറിച്ച് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ വ്യക്തിത്വമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലെ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, 21ാം നൂറ്റാണ്ടിലെ അല്ലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്ന ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ആയിട്ട് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കമ്പനിയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് അറിയണം, കമ്പനി എത്ര വർഷം കൊണ്ട് നിലനിൽക്കുന്നത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് DXN എന്നാണ്. ടെക്സൺ എന്ന മലേഷ്യൻ വാക്കിന്റെ ചുരുക്കെഴുത്താണ്. ട്രസ്റ്റ്വർത്തി അഥവാ വിശ്വാസയോഗ്യം എന്നാണ്. 1993 മലേഷ്യയിലാണ് കമ്പനി സ്ഥാപിക്കുന്നത്. ഇദ്ദേഹമാണ് കമ്പനിയുടെ സ്ഥാപകൻ. ഡോക്ടർ സിയോജിൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിനും കമ്പനിക്കും ധാരാളം അംഗീകാരങ്ങളും അവാർഡും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ ഇപ്പൊ എന്താണ് ഓൺലൈനിൽ കയറി നമ്മളെല്ലാം അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെറ്റി നോക്കിയാൽ നമുക്ക് എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും.
അപ്പോഴും നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത ഇതൊരു വൺ ടോട്ടൽ കമ്പനിയാണ് അല്ലെ. അതായത് ഇതിന്റെ കൃഷി മുതൽ ഗവേഷണം അത് വിതരണം വരെ ആരാണ്, കമ്പനി ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. വൺ വേൾഡ് വൺ മാർക്കറ്റ് കൺസെപ്റ്റ് ആണ് നമ്മുടെ കമ്പനിക്ക് ഉള്ളത്. പിന്നെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗ്ലോബൽ കമ്പനിയാണ്. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ലോകം മൊത്തം ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ ഇതിലേക്ക് ഈ ഒരു കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ മാസവും 10-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബോണസ് വന്നിരിക്കും. ആർക്കും ഇന്നേ വരെ 5 പൈസ പോലും കൊടുക്കാതെ കമ്പനി ഇരുന്നിട്ടില്ല. ഒരു 100% ഡെബിറ്റ് ഫ്രീ ആണ്. 5 പൈസ പോലും നമുക്ക് എന്താണ് കടബാധ്യതകള് ഇല്ലാത്ത കമ്പനിയാണ് ഏതാ DXN കമ്പനി. ഇന്ന് 180 പരം രാജ്യത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. 180 പരം അല്ലെ. അപ്പൊ നമുക്ക് ഞാനൊക്കെ വരുന്ന സമയത്ത് അങ്ങാണ്ട് 48 രാജ്യത്ത് എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ 20 വർഷം മുന്നേ വരുമ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കമ്പനിയുടെ ഗ്രോത്ത് അതിഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന, വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ്. 93 മലേഷ്യയിൽ സ്ഥാപിക്കുന്നു. ഇന്ന് നമ്മുടെ തെലങ്കാനയില് തന്നെ 2ാമത്തെ ഫാക്ടറി അല്ലെ. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ 8 ഫാക്ടറികൾ ഉള്ളതിൽ തെലങ്കാനയിലാണ് മലേഷ്യയിലേക്കാൾ 3 ഇരട്ടി വലുപ്പത്തിലുള്ള ഫാക്ടറിയാണ് നമ്മുടെ കമ്പനിക്ക് ഉള്ളത്. ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളില് അവിടുത്തെ രാജാക്കന്മാര് ഉപയോഗിക്കുന്ന, ഞാൻ മുമ്പേ കാണിച്ച പ്രോഡക്റ്റ് അല്ലെ കോഫിയൊക്കെ ആണെങ്കിൽ അവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിക്കുന്ന അതേ ഉൽപ്പന്നം നമുക്ക് ഇവിടെയും ലഭിക്കുകയാണ്. അതുപോലെ എന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവറി ഡേ യൂസ് വെൽനസ് പ്രോഡക്റ്റ്. നമ്മള് വെൽനസ് പ്രോഡക്റ്റുകൾ ഡെയിലി ഉപയോഗിക്കുക. ഇതിനകത്ത് യാതൊരു കെമിക്കലോ വിഷാംശങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇന്ന് അല്ലെ ദുബൈ രാജകൊട്ടാരത്തിലെ രാജാക്കന്മാർക്ക് മുതല് അല്ലെ കുടിലിൽ താമസിക്കുന്നവർക്ക് വരെ, അതായത് ഒട്ടും സാമ്പത്തികം ഇല്ലാത്തവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് കമ്പനി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിലൊക്കെ ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് കമ്പനി നമുക്ക് പ്രോഡക്റ്റ് തന്നിരിക്കുന്നത്. ഞാൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പം അല്ലെ, ഞാൻ വരുമ്പോൾ ഏകദേശം 4 പ്രോഡക്റ്റ് ആണ് കമ്പനിക്കുള്ളത്. പക്ഷെ 20 വർഷം കൊണ്ട് 100-ൽ പരം പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് ലെവലിലേക്ക് കമ്പനി മാറിക്കഴിഞ്ഞു. അന്ന് 4 പ്രോഡക്റ്റ് ആണെങ്കിൽ ഇന്ന് സൂപ്പർ മാർക്കറ്റ് ലെവലിലേക്ക് മാറുകയാണ്. ഇതൊരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്കിന്ന് സാധാരണ അമ്മമാർക്ക് പോലും, ഞാൻ ലാസ്റ്റ് ഒന്നും കൂടെ എന്റെ അനുഭവം പറയാം, അപ്പൊ കുറച്ചുകൂടി ഇത് ക്ലാരിറ്റി കിട്ടും. സാധാരണ അമ്മമാർക്ക് പോലും ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം വരുമാനം, ഓരോ മാസവും വരുമാനം വാങ്ങാനായിട്ട് സാധിക്കും. ഇവിടെ വർണ്ണ വർഗ രാജ്യം ഇങ്ങനെ യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ ഹരിസാറിന്റെ ഒക്കെ ടീമിലാണെങ്കിൽ ചെവി കേൾക്കാത്തവര് അല്ലെ, സംസാരിക്കാൻ പറ്റാത്തവര്, കണ്ണ് കാണാൻ പറ്റാത്തവര്, വികലാംഗര്, വിദ്യാഭ്യാസം ഇല്ലാത്തവര്, പിന്നെന്താ പ്രായഭേദം എന്നിയെ എല്ലാവർക്കും എല്ലാ രാജ്യത്തും ഇരുന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് പ്ലാനാണ് നമ്മുടെ കമ്പനിയുടേത്. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് DXN കമ്പനി. തലമുറകൾ സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല, സംസ്ഥാനത്തെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ കാലശേഷം അല്ലെ, നമ്മൾ ഏത് സ്റ്റാറ്റസിലാണോ ഏത് വരുമാനത്തിലാണോ നിൽക്കുന്നത്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആ ഒരു വരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇത് 2018 കമ്പനി പ്രൊഫൈലാണ്. ഇതിനകത്ത് തന്നിരിക്കുന്നത് അന്ന് പറയുന്ന 8 മില്യൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ലോകത്തിലെ DXN കമ്പനിക്ക്. നോക്ക്, 2024 ആയപ്പോഴത്തേക്കും 10 മില്യൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് ഇന്ത്യയിലുണ്ട്. നമുക്ക് 9 തരത്തിലുള്ള വരുമാനമുണ്ട്. എന്ന് പറഞ്ഞിരിക്കുന്ന 15-ാം റാങ്കിലേക്കാണ്. ഇന്ന് പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? 1-ാം റാങ്കിലേക്ക് കമ്പനി കുതിച്ചുയരുന്ന ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന 150ഓളം പ്രോഡക്റ്റ് ലോകമെമ്പാടും ഉണ്ട്. 180-ൽ പരം രാജ്യത്തേക്ക് ഇതിന്റെ ബിസിനസ് എത്തിയിരിക്കുന്നു. അപ്പൊ കമ്പനി പ്രൊഫൈല് പരിഗണിച്ചാണ് നമ്മുടെ ജാനോഡർ, അതായത് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നമ്മുടെ കമ്പനിയുടെ നിലനിൽപ്പിന്റെ ഒന്നാമത്തെ പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ
ശാസ്ത്രലോകം കിങ് ഓഫ് ഹെർബ് അല്ലെങ്കിൽ ഔഷധങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു ഗ്യാനോഡർമ കൂടാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രോഡക്റ്റ്. അപ്പൊ ഇത് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കിടക്കുന്ന എന്തൊക്കെ ബോഡിക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഓരോ കോശങ്ങളിലും കിടപ്പുണ്ടോ ഇതെല്ലാം ഈ ഗ്യാനോഡർമ ചെന്ന് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ നവദ്വാരങ്ങളിൽ കൂടെ പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മുടെ ഓരോ കോശങ്ങളെയും ക്ലീൻ ചെയ്യും. അപ്പൊ കോശങ്ങൾ മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മുടെ കോശങ്ങളുടെ ഓരോ കോശങ്ങളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. ഇപ്പൊ എന്ത് സംഭവിക്കുകയാണ്, നമുക്ക് കോശങ്ങളെല്ലാം ക്ലീൻ ചെയ്തു കോശങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം ശക്തമാകും. പ്രതിരോധ സംവിധാനം ശക്തമായി കഴിഞ്ഞാൽ പിന്നെന്താണ്, നമ്മൾ വളരെ ആരോഗ്യവതി അല്ലെ ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കും. ഇതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെ ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ മാറിയ അനുഭവം നമ്മളോട് പറയുന്നത്. ഇവിടെ ഞാൻ മുമ്പേ കാണിച്ച കൊക്കോഷി എന്ന് പറഞ്ഞ ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എന്റെ തൊട്ടുമുറ്റത്തെ കുഞ്ഞിന് കിട്ടിയ റിസൾട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ സ്കൂൾ ബേസിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടോ, കൊടുത്തിട്ട് അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉയരാനായിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിത്യേന ഹോസ്പിറ്റലിൽ പോകുന്ന പ്രവണത മാറി വരുന്ന, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അല്ലെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനമാണ് ശക്തമാക്കി തരുന്നത്. ലോകത്തിൽ വേറൊരു ഭക്ഷണം ഇങ്ങനെയുള്ളതുണ്ടോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളിലേക്ക് കിടക്കുന്ന വേണ്ടാത്തതിനെ എടുക്കും, വേണ്ടതിനെ തന്നുകൊണ്ട് നമുക്ക് രോഗം വരാതെ തടയുന്ന ഭക്ഷണമാണ് DXN കമ്പനി അല്ലെ നമ്മുടെ കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള ഡാറ്റോ ക്ലോർക്കൽ. ഇത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ആരോഗ്യം കിട്ടാനായിട്ട് ഈ ഒരു ഭക്ഷണം അദ്ദേഹം എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ 100% ഇതിന്റെ ഈ പൂർണ്ണടങ്ങിയ ക്യാപ്സൂൾ രൂപത്തിലും പൗഡർ രൂപത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ക്യാപ്സൂൾ രൂപത്തിലാണ്. ഇത് ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ ഞാൻ ഇത് ഏകദേശം 20 വർഷം കൊണ്ട് കഴിക്കുന്നു. 1.5 വർഷം എനിക്ക് സീരിയസ് ആയിട്ട് വയ്യാതിരുന്ന ആ ഒരു സമയത്ത് 1.5 വർഷം ഇതിൽ നിന്ന് 20 എണ്ണം വീതവും അരക്കുപ്പി നമ്മുടെ ജ്യൂസ് ഒരു അരക്കുപ്പി ഇത്രയുമായിരുന്നു ഞാൻ 1.5 വർഷം ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞ് ശരിക്കും എന്റെ രോഗം മാറി കഴിഞ്ഞപ്പോൾ ഞാൻ അളവ് കുറച്ചു. ഇപ്പൊ 20 പേരൊന്നും കഴിക്കുന്നില്ല. എന്നാലും ഞാനിത് കഴിപ്പ് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. രോഗം മാറിക്കഴിഞ്ഞും വീണ്ടും കഴിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം വരും അല്ലെ. വീണ്ടും കഴിക്കുന്നത് എന്തിന് വീണ്ടും കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്നത് അല്ലെ എവിടെ, ഞാൻ ശ്വസിക്കുന്നത് ഏത് വായുവാണ്? ഇന്ന് അന്തരീക്ഷത്തിൽ കിട്ടുന്ന വായു, ഇന്ന് അന്തരീക്ഷത്തിൽ കിട്ടുന്ന വെള്ളം കുടിക്കുന്നു, ഇന്ന് നമുക്ക് കിട്ടുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പൊ മാരകമായിട്ടുള്ള ഈ സംഭവങ്ങൾ എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിനെ അന്നന്ന് പുറത്തു കളഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ബോഡിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായുള്ള പോഷകങ്ങൾ കിട്ടുന്നതിനായിട്ടാണ് ഇത് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ 100% അടങ്ങിയതിന് 10,000-10,000 രൂപയ്ക്കൊക്കെ മുകളിൽ വരുന്നതുകൊണ്ട് ഇത് എല്ലാവരോടും പറയുന്നില്ല ഇത് ഉപയോഗിക്കാൻ. പകരം നമ്മുടെ മഹാനായിട്ടുള്ള സയന്റിസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളിൽ ചേർത്ത് തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്ത് ചെയ്യും, പല്ല് തേക്കുന്ന സ്വഭാവം നമുക്കുള്ളത് കൊണ്ട് അദ്ദേഹം എന്തിൽ ചേർത്തിട്ടുണ്ട്, ക്യാപ്സൂള് കഴിക്കാൻ നമ്മൾ മറന്നു പോകും അല്ലെ. അപ്പൊ പേസ്റ്റിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പേസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് എന്തുണ്ട്, ഗ്യാനോഡർമ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് മറ്റ് ബുദ്ധിമുട്ട് നമ്മുടെ ബോഡിക്ക് പ്രോബ്ലം ഉണ്ടാകുന്ന തരത്തിലുള്ള കെമിക്കൽ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതിൽ എഴുതിയിരിക്കുന്ന മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പേസ്റ്റ് കമ്പനി തന്നിരിക്കുന്ന നമ്മുടെ മോണയും പല്ലിനെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട്. പക്ഷെ നമ്മൾ പ്രവർത്തകര് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന അനുഭവം അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങളാണ്. ലീഡേഴ്സ് പറയും നമ്മളോട് ഒന്നും പറയരുത്, പക്ഷെ ഇങ്ങനെ പറയാതിരിക്കും അല്ലെ. ഇപ്പൊ ഞാന് എന്റെ അനുഭവം ലാസ്റ്റ് പറയാം. എന്റെ വീടിന് തൊട്ടടുത്ത് ഉള്ളൊരു കുട്ടിയുടെ മുഖത്ത് ചായ, തിളച്ച ചായ തട്ടി മുഖത്തേക്ക് വീണു. ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ആ മോടെ മുഖത്തേക്ക് ഞാൻ ഈ നമ്മുടെ ഈ പേസ്റ്റ് മുഖമായതുകൊണ്ട് ആദ്യം ഡൈല്യൂട്ട് ചെയ്താണ് തേച്ചത്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയില്ല. എത്ര രൂപയാണ് ജീവിച്ചത്.
നമുക്ക് അവിടെ ലാഭം കിട്ടിയത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ ഈ ഒരു പേസ്റ്റ് ഇരുന്നാൽ എന്തെല്ലാം ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓരോരുത്തരോടും ചോദിച്ചാൽ അവരവര് ചെയ്ത് കമ്പനി പറഞ്ഞിരിക്കുന്ന എന്ത് മാത്രമേ ഉള്ളൂ, ഈ കമ്പനി ഈ പേസ്റ്റ് നമുക്ക് പല്ല് തേക്കാനും അല്ലെ നമ്മുടെ വായിലെ പ്രോബ്ലത്തിനൊക്കെ റിസൾട്ട് കിട്ടാനും തരുമ്പോൾ ഓരോരുത്തരും അവരവര് ചെയ്ത് നോക്കുന്ന അത്ഭുത അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്കൊരു 12,000 രൂപ ഒരു മാസം ലാഭിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പേസ്റ്റ് നമ്മുടെ വീട്ടിൽ വെച്ചിരുന്ന. അതേപോലെ തന്നെ സോപ്പ്, ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പ് ഒരു സോപ്പിങ് കൊണ്ടുവന്നില്ല. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സോപ്പിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ദോഷത്തെ കുറിച്ച് വിശദീകരിക്കേണ്ട, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ സോപ്പ് വൈറ്റമിൻ ഇ റിച്ച് ആണ്, സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും വലിയത് എന്താണ്, നമ്മുടെ ഈ ലോകം ഇല്ലേ, ശാസ്ത്രലോകം ഹീമോ ഹെർബ് എന്ന് വിളിക്കുന്ന ഈ ഒരു ഗാനോഡർമ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേഷ്യൽ ചെയ്യാൻ പറ്റും. എന്റെ മോളൊക്കെ ആണെങ്കിൽ വൈകിട്ട് കിടക്കാൻ നേരം ഈ സോപ്പ് പതപ്പിച്ചിട്ടിട്ട് പോലും രാവിലെ കഴുകി കളഞ്ഞത്. അങ്ങനെ മറ്റുള്ളവർ ഉപയോഗിക്കാനല്ല പറയുന്നത് അല്ലെ, പയറുപൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർക്ക് അത് മാറ്റിയിട്ട് നമ്മുടെ സോപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒത്തിരി റിസൾട്ട് നമ്മളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മളെ പല്ല് തേച്ച് കുളിച്ചു, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാം. നമുക്ക് ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ടൈപ്പിൽ നമുക്ക് ചായയുടെ രൂപത്തിലും കാപ്പിയുടെ രൂപത്തിലും ഒക്കെ കമ്പനി തന്നിട്ടുണ്ട്. എല്ലാ പ്രോഡക്റ്റും കൂടെ പറയാൻ കുറച്ച് സമയം കൊണ്ട് സാധിക്കില്ല. എങ്കിലും ഞാൻ ചായ ഒന്ന് പരിചയപ്പെടുത്താൻ. മാർക്കറ്റിൽ കിട്ടുന്ന ചായയെ കുറിച്ച് ആർക്കറിയാം? നമുക്ക് എല്ലാവർക്കും അറിയാം. മാരക വിഷം ചേർന്ന ചായയാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത്. അത് ഉപയോഗിച്ചാൽ നമുക്ക് ക്യാൻസറും ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ചായയുടെ പ്രത്യേകത, നമ്മുടെ ഈ കൂണ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ശുദ്ധമായിട്ടുള്ള ചായയുടെ കൂടെ നമ്മുടെ ഗാനോഡർമ കൂടി ചേർത്തിട്ടാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കി, നമുക്ക് ഡിജക്ഷൻ കമ്പനിയുടെ ഒന്നും റിപ്പോർട്ടുകളല്ല ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇത് വനിതയെ വന്ന റിപ്പോർട്ട്. ഇത് നമ്മുടെ കർഷക സ്ത്രീക്കകത്ത് കുമരകം കാർഷിക കോളേജിലെ ഡോക്ടർ കെ.വി. മാത്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗാനോഡർമ സർവ്വരോഗ സംഹാരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കുമരകം കാർഷിക കോളേജിലെ സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 ഗ്രാം ഗാനോഡർമ പൗഡറിന് 300 രൂപയാണ് വില. 1 ഗ്രാം ഗാനോഡർമ പൗഡറിന് 300 രൂപ വിലയാണ്. ഇതിനകത്ത് 5 ഗ്രാം ഗാനോഡർമ ഈ മഷ്റൂം ഈ കൂണ് ചേർത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ശുദ്ധമായിട്ടുള്ള ചായക്ക് വില കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അതോടൊപ്പം ഇതുകൂടി ചേർത്തിരിക്കുന്നത് അപ്പൊ എന്താണ്, 1500 പ്ലസ് ഇതും കൂടെ ആണ് ഇതിന്റെ റേറ്റ്. പക്ഷേ ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് DXN കമ്പനി ഇത്രയും വില കുറച്ച് നമുക്ക് തന്നിരിക്കുന്നു അല്ലെ? അതായത് അദ്ദേഹം അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടത്തട്ടുകാരും പരസ്യക്കാരും ആരുമില്ല, എന്താണ്, ഡയറക്റ്റ് നമ്മളിലേക്ക് തന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു കട്ടൻ ചായ കുടിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ അന്നന്ന് ഉള്ളിലേക്ക് വരുന്ന സർവ്വ വിഷത്തെയും പുറത്തേക്ക് കളയാൻ ബോഡിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിസർജ്യങ്ങളിൽ കൂടെ ഇത് പുറത്തേക്ക് കളയും. ഒരു പരിധി വരെ നമ്മുടെ വീട്ടിൽ നിന്ന് ക്യാൻസർ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഈ ഭക്ഷണം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ ഒരു ചായ മാത്രം കൊടുത്തിട്ട് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, എന്റെ തൈറോയിഡിന്റെ മരുന്നിന്റെ അളവ് ഡോക്ടർ കുറച്ചു അല്ലെ. ക്രമേണ അവര് പിന്നെ പറഞ്ഞ എന്താണ്, ഇപ്പൊ അതിന്റെ കൂടെ നമ്മുടെ മറ്റൊരു ഭക്ഷണം കൂടെ ഞാൻ അപ്പൊ അവർക്ക് വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇപ്പോൾ അവർക്ക് ജീവിതകാലം മൊത്തം തൈറോയിഡിന് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ ഒരു ഭക്ഷണം കൂടെ കൊടുത്ത് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ മരുന്ന് ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നിർത്തിക്കോളാൻ. ഇതിൽ നമുക്ക് എന്തെങ്കിലും രോഗമുള്ളവര് മരുന്ന് നിർത്തുകയൊന്നും അല്ല ചെയ്യുന്നത്. ഡോക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിന്റെ അനുസരിച്ച് നമ്മളോട് ഇങ്ങോട്ട് പറയും. അപ്പോൾ ഇതാണ്. അപ്പം ഗാനോഡർമ ചേർന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. മൊത്തം പറയാൻ നമുക്ക് സമയം അനുവദിക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ സെഷൻ ഇവിടെ നിർത്തുകയാണ്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു സ്പൈറലിന്. നമുക്ക് 120 ദിവസം കൂടുമ്പോൾ നീല ഹരിത പായലെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയാണ് ഇതിനെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് പറയുകയാണ്. അതായത് ലോകാരോഗ്യ സംഘടന
സംഘടനയിലെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെയാണ് ലോകാരോഗ്യ സംഘടന എന്ന് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ശരീരത്തിന് വേണ്ട 22 അമിനോ അമ്ലങ്ങളിൽ 18 ഒറ്റ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 18 ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ 4 ബോഡി ഉത്പാദിപ്പിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 22 അമിനോ അമ്ലങ്ങളും കിട്ടും. ഇതിനകത്ത് ലോകത്തിൽ അമ്മയുടെ പാലിൽ ഒഴിച്ച് ഈ ഒരു ഒറ്റ ഭക്ഷണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് GLA എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ പ്രതിരോധ സംവിധാനം ശക്തമായിട്ട് നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ആസിഡ് നമ്മുടെ ബോഡിക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ പ്രതിരോധ സംവിധാനം ശക്തമാകും. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ്. കുട്ടികളെ എടുത്തു നോക്കൂ, അമ്മമാരെ എടുത്തു നോക്കൂ, മുതിർന്നവരെ എടുത്തു നോക്കൂ, എല്ലാവർക്കും HB വളരെ കുറവാണ്. പക്ഷെ ഈ ഒരു സ്പൈറലിനയിലെ 100% എന്താണ്? ഹരിതകമായത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പുതിയ രക്തം ഉണ്ടാകാനായിട്ട് സഹായിക്കും. പുതിയ രക്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ HB ഒക്കെ കറക്റ്റ് ആവും. ഇന്ന് കുട്ടികളെയും കൊണ്ട് PCOD പ്രോബ്ലമായിട്ട് വ്യാപകമായിട്ട് അമ്മമാർ ഓടി നടക്കുകയാണ്, അല്ലെ? അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലിന്റെ കുറവ്, കുഞ്ഞുങ്ങൾക്ക് തൂക്കക്കുറവ്, അങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം രോഗങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പുതിയ ബ്ലഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 120 ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പുതിയ ബ്ലഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി എന്താകും? ആൽക്കലൈൻ ബോഡിയോ. ഇപ്പൊ WHO ഒക്കെ കണക്കനുസരിച്ച് 80% ആൽക്കലൈൻ ഫുഡും 20% അസിഡിറ്റി ഫുഡും കഴിക്കാൻ പറയും. നമ്മൾ കഴിക്കുന്നത് നേരെ തിരിച്ചാണ്, അല്ലെ? പക്ഷെ അതിന്റെ കൂടെ ഈ ഒരു ഭക്ഷണം കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരം ആൽക്കലൈൻ ബോഡിയാവും. അപ്പം ജലദോഷം മുതലേ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ നമുക്ക് വരാതെ നമ്മളെ സംരക്ഷിക്കും. അപ്പൊ ഇതിൽ നിന്ന് ഒരു ക്യാപ്സൂളൊക്കെ കഴിക്കുന്നതിന് നമുക്ക് വെറും എത്ര രൂപയാകത്തുള്ളൂ? 5 രൂപയെ വില വരുന്നുള്ളൂ. ഒരു 6 ക്യാപ്സൂൾ ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ വീട്ടിൽ നിന്ന് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് ധാരാളം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നാസ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 കിലോ സ്പൈറലിന 1000 കിലോ വിവിധ ഇനം പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഒക്കെ തുല്യമാണ്. അത് ശുദ്ധമായിട്ടുള്ളത്. പിന്നെ മനോരമ പറയുന്നത് എന്താണ്? വരുന്നു സൂപ്പർ ആഹാരം, അല്ലെ? നമ്മുടെ മനോരമയിൽ കണ്ട റിപ്പോർട്ടാണിത്. അതേപോലെ തന്നെ ബഹിരാകാശത്തൊക്കെ പോകുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. നമുക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെങ്കിൽ എത്ര രൂപയാണ് ചിലവ് വരുന്നത്? അത്രയും ഗുണം കിട്ടും ഇതിൽ നിന്ന് 4 ക്യാപ്സൂൾ നമ്മൾ കഴിക്കുമ്പോൾ. ഏകദേശം 5 രൂപ ഒരു ക്യാപ്സൂളിന് വില വരുന്നത്. ഇത് ഉപയോഗിച്ചാൽ നാളുകളിൽ നമ്മുടെ കുട്ടികളെയും കൊണ്ടും, അല്ലെ, ഉപയോഗിക്കുന്നവർക്ക് ഒരു പരിധി വരെ ഹോസ്പിറ്റലിൽ പോകാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ലോകത്തിൽ കിട്ടാവുന്ന നമ്പർ 1 ഭക്ഷണമാണ് നമ്മുടെ DXN കമ്പനിയുടെ സ്പൈറലിന. ഒരുപാട് കമ്പനികൾക്ക് സ്പൈറലിനുണ്ട്. പക്ഷെ എന്തുകൊണ്ട് DXN കമ്പനിയുടെ സ്പൈറലിന സെലക്ട് ചെയ്യുന്നത്? രാജീവ് സാറൊക്കെയാണ് നേരത്തെ നമുക്ക് അതിന്റെ ഡെമോ ഒക്കെ കാണിച്ചു തന്നാണ്. തട്ടിയിട്ട് കാണുക. ഇൻസാം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ലോകം മൊത്തം പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായിട്ട് ഈ ഒരു ഭക്ഷണം വിതരണം ചെയ്യുന്നു. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ കമ്പനിയുടെ ആരാണ്? സ്ഥാപകനായിട്ടുള്ള ഡാറ്റു യോജനയാണ്. അപ്പൊ നമുക്ക് എന്താണ്? നമ്മുടെ സ്പൈറലിനയുടെ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഇത്രയുമാണ് തൽക്കാലം ഞാൻ ആ പ്രോഡക്റ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയ 1-2 പ്രോഡക്റ്റ്, ഇതോടൊപ്പം നമ്മുടെ ജ്യൂസ് കൂടെ കുടിക്കുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം കറക്റ്റ് ചെയ്യും. ദഹനം, നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ, നമ്മുടെ വയർ, അല്ലെ, നമ്മുടെ വയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ സ്ത്രീകളുടെ കൂട്ടുകാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലോനിപ്പഴം ആണ് ക്യാപ്സൂൾ രൂപത്തിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കാണിച്ചു തരുന്നത്. അതുകൂടാതെ നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ബിസ്ക്കറ്റ്, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ബിസ്ക്കറ്റുകളെ കുറിച്ച് പറയുവാണെങ്കിൽ അത് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറിന് വേദന, ദഹനക്കുറവ്, മലബന്ധം, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ടാകുന്നു. നമുക്കറിയാം മാർക്കറ്റിൽ കിട്ടുന്ന ബിസ്ക്കറ്റിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ധാന്യങ്ങളാണ് നമ്മുടെ ബിസ്ക്കറ്റിനകത്ത്. പിന്നെന്താണ്? മധുരത്തിന് ചേർത്തിരിക്കുന്ന തേനാണ്, അല്ലെ? ഇപ്പൊ LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് കൊടുത്തു വിടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസ്ക്കറ്റ് ആ സ്ഥാനത്ത് ഒറ്റ പ്രാവശ്യം കൊടുത്തു വിടുക.
അതുപോലെ എന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് എന്റെ സ്വീറ്റ് സ്റ്റോക്ക് കാണാം, എന്റെ പ്രോഡക്റ്റ് ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ആൾക്കാർ വന്ന് കയറുമ്പോഴേ ഇത് എന്തുവാന്ന് ചോദിക്കുക. അപ്പൊ ഇതെന്ത് ചെയ്യും, ഒരെണ്ണം ഞാൻ പൊട്ടിച്ചിട്ട് അവർക്ക് കഴിക്കാനായിട്ട് വന്ന കുട്ടികൾക്കും അവർക്കൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുമ്പോൾ പോകാൻ നേരം നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്ന പ്രോഡക്റ്റുകൾ ആര് തീർക്കും? ചേച്ചി ഇത് കൊള്ളാം, ഞാൻ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഇതേ റേറ്റ് തന്നെയാണ്, റേറ്റിന് വലിയ വ്യത്യാസമില്ല, ഇതേ റേറ്റ് തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ കിട്ടുന്ന ഇത് ബിസ്ക്കറ്റിന്റെ പ്രത്യേകതയും ഇതിന്റെ പ്രത്യേകതയും പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. കാരണം കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ഒക്കെ വരാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. നമ്മുടെ യാനോഡർമ ഫോണല്ലേ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അതിനേക്കാൾ വിലയുള്ള പോളിസെപ്സിന്റെ ഫോണാണ് ഈ ബിസ്ക്കറ്റിൽ ചേർത്തിരിക്കുന്നത്. നമ്മുടെ നിരീസാറൊക്കെ ആണെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റിന്റെ മാർക്കറ്റിംഗ് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് എടുത്തു തരുന്നതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്താൽ ഈ ബിസ്ക്കറ്റ് എങ്ങനെ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും അല്ലെ എല്ലാ കടകളിലും എങ്ങനെ എത്തിക്കാം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ട്രെയിനിങ്ങിൽ ഇരുന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിസ്ക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കോടീശ്വരര് ആകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടത്തെ കൂട്ടൊന്നുമല്ല, നമുക്ക് അന്ന് ഞാൻ വരുമ്പോൾ യാനോഡർമയും സ്പാലിനെ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ക്ലാസ് എടുക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ഒരു ക്ലാസ്സും എടുക്കാതെ ബിസ്ക്കറ്റ് കൊടുക്കുന്നതിന് ക്ലാസ് വേണ്ട. അതുപോലെ നമ്മുടെ മൾട്ടി ക്ലീനർ അവിടെ ഷെൽഫിലിരിക്കുന്നു, ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടില്ല. മൾട്ടി ക്ലീനർ, അതുപോലെ നമ്മുടെ ഡൈന വാഷ്, ഡിഷ് വാഷ്, ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിസ്സാര വിലയ്ക്ക് ഒരു ക്ലാസ്സും എടുക്കാതെ സമൂഹത്തിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റും പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യണം, സമൂഹത്തിന് കൊണ്ടുവന്ന് അത് അവർക്കൊന്ന് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോൾ ഒരു ക്ലാസ്സും എടുക്കാതെ അവര് നമ്മളോട് എന്താവശ്യപ്പെടും? ഇങ്ങോട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യപ്പെടും. അപ്പൊ നമുക്ക് എന്ത് വേണം? പ്രോഡക്റ്റ് ആൾക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ എന്ത് വേണം? നമ്മുടെ വീട്ടിൽ പ്രോഡക്റ്റ് സ്റ്റോക്ക് വേണം. ഇപ്പൊ എന്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പ്രോഡക്റ്റ് അടുക്കി വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒന്നാമതായിട്ട് വേണ്ടത് നമ്മൾ സീഡ് സ്റ്റോക്ക് എടുത്തു വെക്കണം. അതായത് നമ്മുടെ വീടാണ് നമ്മുടെ ഷോപ്പ്. എന്ത് ചെയ്യണം? അവിടേക്ക് നമ്മൾ സാധനങ്ങൾ ഇറക്കി വെച്ച്, നമ്മൾ DXN-കാരൻ എന്ന് പറഞ്ഞിട്ട് കഥയില്ല. DXN ഉൽപ്പന്നങ്ങൾ ആര് എപ്പോൾ ഏത് പാതിരാത്രിയിൽ വന്ന് ചോദിച്ചാലും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ചിലരൊക്കെ ഈ ഗൾഫിലൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചിലരൊക്കെ രാത്രി 11:30-ക്കൊക്കെ ആയിരിക്കും വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങളുടെ മോനെ ഗൾഫിൽ പോവാണ്, അല്ലെ അണ്ണൻ ഗൾഫിൽ പോവാണ്, 10 സോപ്പ് തരുവോ, 5 പേസ്റ്റ് തരുവോ, 4 സ്പൈറലിന തരുവോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കും. ഇവിടുന്ന് വേറെ ജില്ലയിലേക്ക് വരെ നട്ടപ്പാതിരിത്രയിൽ ഇതുപോലെ ആൾക്കാർ വിളിച്ചിട്ട് പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് അവിടെ കൊടുത്ത ഗൾഫിലൊക്കെ പോകുന്നവർക്ക് കൊടുത്ത അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ എന്ത് വേണം? പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. എന്ത് പ്രോഡക്റ്റ് ചോദിച്ചാലും നമ്മൾക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് കൂടുതൽ പോകുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ട്. അത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എപ്പോഴും എടുത്ത് വീട്ടിലെ സ്റ്റോക്ക് ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇനിയും നമുക്ക് ഇതിലൂടെ ബിസിനസ് ചെയ്യാനായിട്ട് ഞാനിപ്പോ 1-2 പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ചായ, ഞാനിപ്പം മറ്റൊന്നും പറയുന്നില്ല. ഈ ഇത്രയും ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ഒരു ബ്രഷിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അറിയില്ലെന്നേ ഉള്ളൂ. നമുക്ക് ബാംബു ബ്രഷാണ്. പിന്നെ നമ്മുടെ പേസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സോപ്പിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതുകൂടെ നമ്മുടെ ചായയെ കുറിച്ച് പറഞ്ഞു. ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിന്റെ മാത്രം ബ്രാൻഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 10 ലക്ഷം രൂപ വരെ ഒരു മാസം നേടാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാൻ നൈസായിട്ടെന്ന് പറയും. അതായത് ഇത് ഇത്രയും ഉൽപ്പന്നങ്ങൾ നമ്മൾ ആദ്യം ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ബന്ധുക്കള്, സുഹൃത്തുക്കള്, അയൽവകക്കാര് ഇങ്ങനെയൊക്കെയുള്ളവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു ഒരു 10 പേരിലേക്ക് ഈ ബ്രാൻഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യിക്കണം. ചേഞ്ച് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു 2000 രൂപയാണ് നമ്മുടെ വരുമാനം കിട്ടുന്നത്. നമ്മള് 10 പേരെ കൊണ്ട് ബ്രാൻഡ് ചേഞ്ച് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 പേരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ ചെയ്ത ഇതേ വർക്ക്, സെയിം വർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിക്കണം. അപ്പൊ അവർക്ക് 2000 രൂപ കിട്ടുകയും സെക്കൻഡ് സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്കൊരു 4000 രൂപയാണ് വരുമാനം കിട്ടുന്നത്. അടുത്ത 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 20,000 രൂപ നമ്മൾ കൊണ്ടുവന്ന 6 പേർക്ക്
4000 രൂപ, അവര് കൊണ്ടുവന്ന 6 പേർക്ക് 2000 രൂപ കിട്ടും. അടുത്ത ഒരു സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് 2 ലക്ഷം രൂപ കിട്ടുന്നു. നമ്മൾ കൊണ്ടുവന്നവർക്ക് 20,000. ഈ ലെവലിലേക്ക് താഴോട്ടാണ് പോകുന്നത്. അപ്പൊ മുന്നേ വന്നവര് പിന്നെ വന്നവരൊന്നുമില്ല. അടുത്തൊരു സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് 10 ലക്ഷത്തിലേക്ക് പോകും. നമ്മൾ ചെയ്യുന്ന എന്തുമാത്രമാണ്? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, നിസ്സാരമായിട്ടുള്ള പല്ല് തേക്കുക, കുളിക്കുക, ചായ കുടിക്കുക, ഇതിന്റെ മാത്രം ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ ഇതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ സിസ്റ്റത്തെ കുറിച്ച് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കയറി നിന്നാൽ നമുക്ക് ഇത്രത്തോളം വളരെ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എത്ര രൂപയുടെ സാധനം ഒരു മാസം വാങ്ങിക്കുന്നത്? പക്ഷെ നമുക്ക് ഒരു കമ്പനിക്കാരും 5ന്റെ പൈസ തിരിച്ചു തരുന്നില്ല. ഇത് നമ്മൾക്കും നമ്മളിലൂടെ ആരൊക്കെ വരുന്നു ഇവർക്ക് എല്ലാം ഉയരാൻ പറ്റുന്ന രീതിയിലൊരു മാർക്കറ്റിംഗ് പ്ലാനാണ് കമ്പനിക്കുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം തന്നെ മൈ ഹോം മൈ ഷോപ്പ് എന്നാണ്. എല്ലാവരും നന്നായിട്ട് പ്രോഡക്റ്റ് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുക. നമ്മുടെ ബിസിനസ് എന്താണ്? DXN ബിസിനസ് ആണ്. അപ്പൊ നമ്മുടെ വീടാകുന്ന DXN ബിസിനസ്സിൽ എന്ത് വേണം? നമ്മുടെ DXN പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഞാൻ എന്റെ അനുഭവം പറയാം. അതായത് ഞാൻ ഇതിലേക്ക് വരുമ്പോ ഇങ്ങനെയുള്ള ആരോഗ്യം ഒന്നും അത്ര മെച്ചമൊന്നും അല്ലായിരുന്നു. നമ്മുടെ പ്രോഡക്റ്റുകൾ കഴിച്ചിട്ടാണ് ആരോഗ്യം എനിക്ക് കിട്ടിയത്. അതുകൂടാതെ ഒരുപാട് പേർക്ക് എന്നിലൂടെ ഒരുപാട് പേർക്ക് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ സാറ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ചെറിയൊരു ചായക്കടയാണ്. അതിലെ വരുമാനം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കതൊരു വലിയൊരു മാനസിക പ്രശ്നം ആയിരുന്നു. പക്ഷെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നു, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടി, കുറച്ച് പൈസയൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ ഞാനിത് സീരിയസ് ആയിട്ട് എടുത്ത സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ 257 രൂപയിൽ നിന്നും ഓരോ മാസവും വരുമാനം കൂടി വന്നിട്ട് ഇന്ന് എന്റെ കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിച്ചു. അവരുടെ വിവാഹ സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഗോൾഡിന്റെ ക്യാഷ് നമ്മുടെ DXN പൈസ. അതുകൂടാതെ അന്നൊരു കാറ് ലിസ്റ്റ് കൊടുത്ത് അത് നമ്മുടെ DXന്റെ പൈസയാണ്. പിന്നെ ഇപ്പൊ ഞങ്ങള് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്ക് കാറ് വരില്ല. കാർ എടുത്തെങ്കിൽ കാറ് മുറ്റത്ത് വരില്ല. കാറ് മറ്റൊരാളുടെ മുറ്റത്തിടുന്ന ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ റോഡ് സൈഡിലെ കാറ് മുറ്റത്ത് വരത്തക്ക രീതിയിൽ ഇപ്പൊ ഞാൻ ആ വീട്ടിലാണ് ഇരിക്കുന്നത്. മുറ്റത്ത് വരത്തക്ക രീതിയിൽ 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അവിടെ ചെറിയൊരു വീടൊക്കെ വെച്ചു. അപ്പൊ ഈ സെപ്റ്റംബർ 12-ാം തീയതിയായിരുന്നു അതിന്റെ പാലുകാഴ്ച. അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 25-ാം വാർഷികത്തിന് മലേഷ്യയിലെ നമ്മുടെ ലീഡേഴ്സിനോടൊപ്പം ലിനോടൊപ്പം പോയി അവിടെ പോയി 7 ദിവസം അടിച്ചു പൊളിച്ച് തകർത്തിട്ടാണ് വന്നത്. ഞാൻ എന്റെ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ നൈസായിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം അനിയത്തിയോട് എതിർത്തു. പക്ഷെ ദിലീപ് സാർ വന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ ക്ലാസ് തന്നു കഴിഞ്ഞിട്ട് അനിയത്തിയോട് പറഞ്ഞു, ഇവിടെ നിന്നിട്ട് ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് സമൂഹം ചോദിച്ചാൽ സമൂഹം ചോദിക്കുന്ന സംശയങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് അറിയില്ല. അതുകൊണ്ട് ശൈലജ ഇവിടെ താമസിക്കണമെന്ന്. അപ്പൊ ഇവിടെ താമസിച്ചുകൊണ്ട് സാറ് വന്ന് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞപ്പോ ഈ ഇരുന്ന ആൾക്കാരെ എല്ലാം ഞങ്ങൾ പോയി കണ്ടിട്ട് വീണ്ടും സംശയം ചോദിച്ചവരുടെ വീട്ടിൽ വീണ്ടും സാറിന്റെ ഡേറ്റ് എടുത്തുകൊണ്ട് വീണ്ടും പ്രോഗ്രാമുകൾ വെച്ചു. അങ്ങനെ മീറ്റിംഗിൽ നിന്ന് മീറ്റിംഗിലേക്ക് പിന്നെ നമ്മുടെ ആഴ്ചയിൽ ചേംബറുകളുണ്ട്. ഓരോ ഷോപ്പ് ബേസിലും ഓരോ ദിവസവും ചേംബർ മീറ്റിംഗ് ഉണ്ട്. അവിടെ നമുക്ക് പുതിയ ആൾക്കാർ ഇപ്പൊ ഒന്നും അറിയാൻ വയ്യാത്തവർക്കും വളരെ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും. കേരളം മൊത്തമുള്ള ഷോപ്പുകളിൽ ഓരോ ദിവസവും മീറ്റിംഗ് നടക്കുകയാണ്. ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്ത് ചെയ്യും? അവിടേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവച്ചാല് കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ഇതിന്റെ ബിസിനസ് സാധ്യതയും എന്തിന് നമ്മുടെ ഷോപ്പുകളിലേക്ക് വന്ന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ കാണുമ്പോൾ അവർ ചാർജ് ഇതെന്താണ് ഇങ്ങനെ ചോദിച്ചിട്ട് സമൂഹം അത് കൂടുതലായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കും. അപ്പോഴാ എല്ലാവരെയും നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ചേംബർ മീറ്റിംഗിലേക്ക് കൊണ്ടുപോകണം. ആര് വന്നാലും ഇതിനകത്തൊരു പ്രത്യേകത, ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരു മനുഷ്യരും ഇതിനകത്ത് വിജയിക്കത്തില്ല. കാരണം ഇത് സംസാരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഞാനാണെങ്കിൽ ഒരു മനുഷ്യനോട് സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ദിലീപ് സാറൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ സാറിനൊക്കെ അറിയാം.
ഭയങ്കരമായിട്ട് സാറിനൊക്കെ ദേഷ്യം വന്നിട്ടുണ്ട് എന്നോടൊന്ന് സംസാരിക്കാനും സ്വാഗതം പറയാനൊക്കെ പറയുമ്പം ഞാൻ ഒത്തിരി കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഹരിസാർ എപ്പോഴും പറയുന്നൊരു ഡയലോഗ്, ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട, ചേച്ചി പ്രോഡക്റ്റ് കഴിക്കും, പ്രോഡക്റ്റ് സംസാരിച്ചു. ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് ഞാനുള്ള വ്യക്തിയല്ല, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റ് ആണ് നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിയിലും പ്രോഡക്റ്റിലും അതിന്റെ ബിസിനസ്സിലും ഒക്കെ വിശ്വസിച്ച് അല്ലെ, മണി ചെയിൻ പോലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് പെടാതെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പ്രസ്ഥാനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ ചിന്തിക്കുന്ന നമ്മളെക്കാൾ ഉയരങ്ങളിൽ നമ്മുടെ കൂടെ വന്നവർക്ക് എത്താൻ പറ്റും. കാരണം ഒരുപാട് മീറ്റിങ്ങുകൾ എല്ലാ പ്രദേശത്തും കിട്ടുന്നുണ്ട്, വിജയിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ജലജമേടം, എന്റെ അനിയത്തി ശൈലജമേടം ഒക്കെ ഇട സമയങ്ങളിൽ മാറി നിന്നിട്ട് വന്നതാണ്. ഇന്ന് എന്നേക്കാൾ കൂടുതൽ വരുമാനം ആർക്ക് കിട്ടുന്നുണ്ട്, ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ലീഡേഴ്സിന് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് ഒരാൾ വേണം. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫിന്റെ കോപ്പി വേണം. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ ബെനിഫിറ്റ് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലൊന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ഉയരങ്ങളിലേക്ക് നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ എത്താൻ സാധിക്കുമെന്നുള്ള അനുഭവത്തിലൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നമുക്ക് വലിയ മുതൽ മുടക്കൊന്നുമില്ല, നമ്മുടെ ആസ്തി അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ മാക്സിമം മീറ്റിംഗ് വെക്കുക, ചേംബറുകൾ ഉപയോഗിക്കാൻ. നമ്മുടെ ലീഡേഴ്സ് നമുക്ക് എന്ത് സപ്പോർട്ടും തരാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് ഈ സെഷനിലേക്ക് ക്ഷണിച്ച എന്റെ ഗ്രേഡ് ലീഡറായിട്ടുള്ള ദിലീപ് സാറ് എന്നെ ഇത്രത്തോളം ഉയരത്തിലേക്ക് എത്തിക്കാനായിട്ട് എന്റെ അപ്ലൈനും ഡൗൺലൈനും സഹപ്രവർത്തകരും ഞങ്ങളുടെ സ്റ്റോക്കിസ്റ്റുകൾ എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.